1984 തുടങ്ങി ഇന്ത്യയിലെ തന്നെ മികച്ച പ്രവേശന പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് 500-ലധികം പ്രൊഫസേഴ്സും 100-ലധികം ജൂനിയർ ഫാക്കൽറ്റി മെമ്പേഴ്സും ഉൾപ്പെടെ 600 ഫാക്കൽറ്റി മെമ്പേഴ്സും 800-ലധികം മറ്റുള്ള ജീവനക്കാരും ഉൾപ്പെടുന്ന വലിയൊരു കുടുംബം. അതിൽ ബ്രില്യൻ ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ ഫാമിലി മീറ്റ് ഈ മാസം 4-ാം തീയതി സൺസ്റ്റാർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. പല സെന്ററുകളിൽ പല ഷെഡ്യൂളുകളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ഒരുമിച്ച് കൂടുവാനും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കുവാനും കിട്ടിയ ദിവസം വളരെ ആഘോഷപൂർവ്വം ഏറ്റവും സന്തോഷമായി തന്നെ ഞങ്ങൾ അധ്യാപകർ ആസ്വദിച്ചു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. പ്രൊഫസേഴ്സ് ഫാമിലി മീറ്റ് 2023 ഈ മഹനീയ വേളയിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് HOD പ്രൊഫസർ റോയി തോമസ് സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൻ്റെ സ്റ്റാർ അട്രാക്ഷനായ ബ്രില്യൻറ്റിൻ്റെ പ്രൊഫസേഴ്സ്, അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏകദേശം 39 വർഷങ്ങൾക്ക് മുമ്പ് ധീരരായ 4 ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ 4 ചെറുപ്പക്കാർ വിധിയുമായി ഉണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ്, അതിൻ്റെ പരിണിത ഫലമാണ് ഈ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. കഠിനാധ്വാനത്തിലൂടെ എന്തും നേടുവാൻ സാധിക്കും എന്ന് നമ്മെ പഠിപ്പിച്ച ഈ ബ്രില്യൻ ഡയറക്ടർമാർക്കാണല്ലോ ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത്. ഇനി ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ അട്രാക്ഷനായ ബ്രില്യൻ പ്രൊഫസേഴ്സും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രൊഫസേഴ്സിനെയും ദ എൻറ്റയർ ബ്രില്യൻ ഫാമിലിയുടെ പേരിൽ ഞാൻ ഏറ്റവും ഹാർദമായി നിറമനസ്സോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ജോസഫ് സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ 38 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും ഞങ്ങളോടൊപ്പം അന്നും ഇന്നും ഉള്ള അധ്യാപകരും അവർക്ക് പിന്തുണ നൽകുന്ന അവരുടെ കുടുംബാംഗങ്ങളും തന്നെയാണ്. ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ അധ്യാപകർ അക്കാഡമിക്സിലും അധ്യാപനത്തിലും മാത്രമല്ല കലാപരമായിട്ടും മികച്ചു നിൽക്കുന്നവർ തന്നെയാണ്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ രമേശ് KN സാർ. അദ്ദേഹത്തെ ശ്രുതിസാന്ദ്രമായ സംഗീതത്തിനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടിയഴകിൻ പൂങ്കൊടിയാരു നീ ആരു നീ ആരു നീ റംസാനിലെ ചന്ദ്രികയോ. നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ജോർജ് സാറിനെ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ആശംസാ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനരായ പ്രൊഫസേഴ്സ്, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, അങ്ങനെ തുടക്കകാലത്തിൽ പേരുള്ള ഫേമസ് അധ്യാപകർ KN ഗോപാലകൃഷ്ണൻ നായർ, അച്ചുമാൻ സാറ്, അതുപോലെ തന്നെ തെള്ളി സാറ്, ഇങ്ങനെ നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന ഈ ഏരിയ അറിയപ്പെടുന്ന സാറുമാർ ഞങ്ങൾക്കിവിടെ പഠിപ്പിക്കാൻ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കയറി വരാൻ വന്നപ്പോൾ ഞങ്ങളെ കൈ പിടിച്ച് ഉയർത്തി ഒത്തിരി പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് ഒത്തിരി അധ്യാപകർ, ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കാൻ പറ്റി. നമ്മുടെ ഏറ്റവും അവസാനത്തെ ആളെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയല്ല, നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെയുള്ള നമ്മുടെ സ്റ്റെന്നി സാറിൻ്റെ മകൻ ആഷിഖ് സ്റ്റെന്നി എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ 1-ാം സ്ഥാനത്തെത്തുക, ഇന്ത്യയിലെ 1-ാം സ്ഥാനത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏറ്റവും വലിയ അഭിമാനം തരുന്ന ഒരു കാര്യം. അഭിമാനം. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ജിതേന്ദ്ര പ്രസാദ് സാർ അദ്ദേഹത്തിന്റെ കൈവിരലുകളാൽ കീബോർഡിൽ മാന്ത്രിക സംഗീതം തീർക്കാനായി ജിതേന്ദ്ര പ്രസാദ് സാർ ഉണ്ട്. അദ്ദേഹത്തിന്റെ മാന്ത്രിക സംഗീതത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം.
നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സന്തോഷ് കുമാർ സർ. ഈ ചടങ്ങിനെ ധന്യമാക്കുന്നതിനായി ആശംസാ പ്രസംഗവുമായി ഏറ്റവും ആദരപൂർവ്വം അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്ന ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ എടുക്കുന്ന ആൾക്കാർ നിങ്ങളാണ്. നിങ്ങൾക്ക് ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ടവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒപ്പം തന്നെയാണ് ഞങ്ങളുടെ ബാക്കി സ്റ്റാഫ് മെമ്പേഴ്സ്. അത് നമുക്കൊരിക്കലും പിന്തള്ളിക്കളയാൻ പറ്റില്ലാത്തതാണ്. ഞങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സും നിങ്ങളും എല്ലാവരും കൂടെ കൂടിയാണ് നമ്മളുടെ ഈ സ്ഥാപനം ഇത്രയും വലുതാക്കിയത്. ഇഷാനെ ഏറ്റവും വാത്സല്യത്തോടെ ഏറ്റവും സ്നേഹത്തോടെ ഒരു ഗാനം ആലപിക്കുന്നതിനായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്നക്കൂടൊരുക്കുന്നു, മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. തൂവൽ തൂവിൽ നെഞ്ചിൽ സൂര്യൻ ചിമ്മിമായുന്നു, തമ്മിൽ തമ്മിൽ നമ്മൾ സ്നേഹത്തേരേറുന്നു. നമ്മുടെ മിസ്റ്റർ സെബാസ്റ്റ്യൻ ജി മാത്യു സാർ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിത് തുടങ്ങിയ സമയം, ആ സമയം തുടങ്ങി കുറേയധികം ആൾക്കാരുടെ പരിശ്രമവും കുറേയധികം ആൾക്കാരുടെ സപ്പോർട്ടും ഒക്കെയാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സാഹചര്യം ഉണ്ടായത്. അടുത്തതായി ഒരു എനർജറ്റിക് പെർഫോമൻസുമായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് പ്രണവ് പി ആൻഡ് പ്രണയ പി ലക്ഷ്മി. ഇനി നമുക്ക് വലിയൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതായത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ നമുക്ക് ലഭിച്ച നല്ല സ്വീറ്റ് മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഇവിടെ പലർക്കും ആഗ്രഹമുണ്ട്. ഇനി ബ്രില്യൻറ്റിൽ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇവിടെ കുട്ടികൾ മാത്രമല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ളത്, അവരെക്കാൾ ഹൈലി എനർജറ്റിക് ആയിട്ട് നമ്മുടെ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇനിയും ഇനിയും ഉയരണം, ഇനിയും ഇനിയും നമുക്ക് മുന്നേറണം എന്നുള്ള ആ ഒരു വീക്ഷണം മാത്രമാണ് ഊണിലും ഉറക്കത്തിലും അവർക്കുള്ളത് എന്ന് ഈ ഒരു ചെറിയ കാലം കൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികൾ വീട്ടിലോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നേരിടണം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തെ അതിസമർത്ഥമായിട്ട് നേരിടുകയും കുട്ടികളെല്ലാം വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്താണ് നമ്മുടെ ഡയറക്ടേഴ്സ് ചെയ്യുന്നത് എന്ന് ശരിക്കും മനസ്സിലായ ഒരാളാണ് ഞാൻ. നമ്മളിവിടെ പഠിപ്പിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിലുള്ള നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ കഴിവുകൾ അതിഗംഭീരമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഈ തവണത്തെ പ്രൊഫസേഴ്സ് മീറ്റിൻ്റെ ക്ഷണക്കത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ടീം ബ്രില്യൻറ്റ് എന്ന ഒരു വാക്കുകൾ കാണാൻ കഴിഞ്ഞു. ആ ടീം ബ്രില്യൻ്റ് ആണ് ഈ ബ്രില്യൻ്റ് എന്ന സ്ഥാപനത്തിനെ ഈ ഉയർച്ചയിലേക്ക് നയിച്ചത് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോൾ ബസ്സിലിരുന്ന അടുത്തിരുന്നൊരു ലേഡി, അവർ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ചോദിച്ചു എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ പാലാ ബ്രില്യൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും എൻജോയ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു 11 വർഷം മുന്നെയാണ്, ഒരു 2012 ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതും, അതും കൂടെ വർക്ക് ചെയ്യുന്ന സാറുമാർ, ടീച്ചേഴ്സ്, അതുപോലെ നമ്മുടെ മുന്നേ ഇരിക്കുന്ന കുട്ടികളിൽ നിന്ന് പോലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ഒരു അറിവ് എന്നെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ റെഫർ ചെയ്യാനും ഒക്കെ സഹായിച്ചു. അത് പേഴ്സണൽ ലൈഫിൽ എനിക്ക് വളരെയധികം എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. ബ്രില്യൻറ്റിലെ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ബാഹ്യമായ ഒരു സമ്മർദ്ദവും കൂടാതെ വളരെ സ്വതന്ത്രമായി വളരെ സന്തോഷത്തോടെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ സ്പിരിറ്റ് ഈ ബ്രില്യൻ ടീമിന് മൊത്തമായി അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് വന്നു തരുന്ന വിജയത്തിൻ്റെ എല്ലാം കാരണം.
കേരളത്തിലെ മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് സ്റ്റുഡൻസാണ് ഇവിടെ പഠിക്കുന്നത്. അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ടീച്ചിങ്ങിനോട് തോന്നുന്ന പാഷൻ, അതുപോലെ ആ കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പലതരത്തിലുള്ള അറിവുകൾ, പലപ്പോഴും കുട്ടികളുടെ ഡെഡിക്കേഷനിൽ നിന്ന് നമുക്കുണ്ടാകാവുന്ന ബെറ്റർമെൻറ്റ് വളരെ വലുതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നിലവിലിവിടെ ഉണ്ട്. അതിനിയും ഇതിനേക്കാളും ബെറ്റർ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ 7 വർഷമായിട്ട് എനിക്കിവിടുത്തെ ഡയറക്ടേഴ്സ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ള സഹകരണത്തിനും എല്ലാം ഞാൻ വളരെ താങ്ക്ഫുള്ളാണ്. ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരുപക്ഷെ ഇനി വേറെ എവിടെ പോയി, ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ എവിടെ പോയി വർക്ക് ചെയ്താലും ഒരുപക്ഷെ ബ്രില്യനിൽ കിട്ടുന്ന ആ ഒരു നല്ല എക്സ്പീരിയൻസ് കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് അനുഭവിച്ച മനുഷ്യനാണ് ഞാൻ. അത് വെച്ച് പറയുന്നതാണ്, പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി പറയുന്നത്. അവർക്ക് ഒരുപക്ഷെ വേറെ എങ്ങും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. ബ്രില്യൻറ്റിലെ ഡയറക്ടേഴ്സ് മുതൽ അവിടെ ക്യാൻറ്റീനിലായാലും കോറിഡോറിലായാലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും എങ്ങനെയാണ് ടീച്ചേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. അധ്യാപകരായി കാണുക, അധ്യാപകരെ ബഹുമാനിക്കുക, അധ്യാപകരോട് നന്നായിട്ട് പെരുമാറുന്ന ഈ കംപ്ലീറ്റ് ബ്രില്യൻ ടീമിന് എൻ്റെ ഏറ്റവും നിറഞ്ഞ സന്തോഷം നിറഞ്ഞ കയ്യടി ഞാൻ നേർന്നുകൊള്ളട്ടെ. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഡയറക്ടേഴ്സ് ആയാലും നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയാലും എൻറ്റയർ ബ്രില്യൻ ഫാമിലി ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ സമയത്തും ഒരുമിച്ച് തന്നെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞതിന്, അതിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിന് എല്ലാ വിധത്തിലുള്ള നന്ദിയും കടപ്പാടും ഇവിടെയുള്ള ഓരോരുത്തരോടും ഞാൻ അറിയിക്കുന്നു. അടുത്തതായി മനോഹരമായ ഒരു ഗാനം നമുക്ക് സമ്മാനിക്കാനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിലെ മിസ്റ്റർ എം സജേഷ് ബാബു സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ചക്രവർത്തി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. മനോഹരമായ ഒരു ഗാനവുമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രിയിലെ മിസ്റ്റർ ഗിരീഷ് ജി പ്രഭു സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. मेरे सपनों की रानी कब आएगी तू, आए रुतु मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. मेरे सपनों की रानी कब आएगी तू, आए रुतु मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया. വീണ്ടും നമ്മുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഒരു അധ്യാപകൻ ഒരു മനോഹര ഗാനവുമായി നമ്മുടെ അടുത്ത് എത്തുകയാണ്. അനൂപ് സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഓരോ രാവും സാന്ത്വനങ്ങൾ ഇന്നു കേട്ടു നിൽക്കാമൊന്നു നീ പാടുമെങ്കിൽ, ഓരോ നാളും ഓരോരോ ജന്മം നീ എന്നുള്ളിൽ ശ്യാമമോഹം പാട്ടുമായി കൂട്ടിരിക്കാൻ ഒന്നു നീ കേൾക്കുമെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും തീരത്ത്.
കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കറുമ്പി മാടി വിളിക്കുന്നു മാറത്തെ മാമ്പുള്ളി ചുണങ്ങ് പുള്ളി ചുണങ്ങ് ശൂരൻ പടയുടെ ചെമ്മട കൊട്ടിക്കോലം തുള്ളും താളം ധീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കടി തകിലടി മേളം ഇത് വാമന മേലെ സൂര്യനുദിക്കും പുലരിക്കടലിൻ വെള്ളിത്തേ കാടും മലയും കുഴിയും കടന്ന് കേടി വരുന്നൊരു വള്ളിത്തേരാണേ മുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാഹോയ് മുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാ ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം ധീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം ഇത് വാമന മേലെ സൂര്യനുദിക്കും പുലരിക്കടലിൻ വെള്ളിത്തേരെ കാടും മലയും കുഴിയും കടന്ന് കേറി വരുന്നൊരു വള്ളിത്തേരാണേ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാഹോ വേൽമുരുകാ ഹരോ ഹരാഹോ വേലായുധാ ഹരോ ഹരാ പിന്നിലടയവരുടെ മൃദുപരചലനവും ഒരു ശ്രുതിയറിഞ്ഞിറയുകയോ അന്തിവേള നിന്റെ ചിരിപ്പ്